വീണ്ടും വാർത്തയിലേക്ക്. സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്രവിഹിതം വൻതോതിൽ വെട്ടിക്കുറയ്ക്കുമ്പോഴും പിണറായി സർക്കാർ സാധാരണക്കാരന് കൈത്താങ്ങാവുകയാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചുള്ള എന്റെ കേരളം പ്രദർശന വിപണനമേള പാലക്കാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി എം പി രാജേഷ് അധ്യക്ഷത വഹിച്ചു. കരുത്തോടെ എന്ന സന്ദേശവുമായി ഏപ്രിൽ 15 വരെയാണ് പാലക്കാട് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ ശീതീകരിച്ച 200 സ്റ്റോളുകളിലായി എന്റെ കേരളം പ്രദർശന വിപണനമേള നടക്കുന്നത്. ഇത്തരം പ്രദർശനങ്ങൾ പ്രായോഗികമാക്കാൻ സാധിച്ചാൽ ഓരോ കുടുംബത്തിന്റെയും വരുമാനവും വർദ്ധിപ്പിക്കാനാകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ആ ലക്ഷ്യത്തോടുകൂടിയാണ് പ്രദർശന വിപണനമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. കാർഷിക മേഖലയിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ വിഹിതത്തിൽ വലിയ കുറവാണ് വരുത്തിയത്. എന്നാൽ അത്തരം സന്ദർഭങ്ങളിലൊക്കെ പിണറായി സർക്കാർ ജനങ്ങൾക്ക് ഒരു കൈത്താങ്ങായാണ് നിന്നതെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. എല്ലാ നിലയ്ക്കും വലിയ കൈത്താങ്ങായി ഈ രാജ്യത്ത് സാധാരണക്കാരനെ രക്ഷിക്കുന്ന ഒരു നടപടിയാണ് നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റ്. ഇപ്രാവശ്യം ഹൈഡൽ പ്രോജക്റ്റ് തന്നെ ഈ വർഷം കൊണ്ട് തന്നെ 200 മെഗാവാട്ടിന്റെ പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ചുരുങ്ങിയ ചെലവിൽ കൊണ്ടുവരാനുള്ള ശ്രമമുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റ് വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്താകെ കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലമുണ്ടായ പ്രതിസന്ധിയുടെ ഞെരുക്കം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് കേരളത്തിനാണെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. എന്നിട്ടുപോലും ക്രിയാത്മകമായ ഇടപെടലിലൂടെ വികസന ക്ഷേമ പദ്ധതികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. GSTയിൽ ലയിപ്പിച്ചതോടുകൂടി എല്ലാ നികുതിയും പിരിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനായി മാറി. അന്ന് തന്നെ സംസ്ഥാന ഗവൺമെന്റുകൾ ഇക്കാര്യത്തിലുള്ള ആശങ്ക പ്രകടിപ്പിച്ചിരുന്നതാണ്. അന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു, സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നികത്താൻ നഷ്ടപരിഹാരം നൽകാം എന്ന്. 5 വർഷം നഷ്ടപരിഹാരം നൽകി 2022 ജൂലൈ 1 നഷ്ടപരിഹാരം അവസാനിപ്പിച്ചു. GST നഷ്ടപരിഹാരം നിർത്തലാക്കിയത് കൊണ്ട് മാത്രം ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം 2022-23 കേരളത്തിനുണ്ടായ വരുമാന നഷ്ടം 10,000 കോടി രൂപയുടേതായിരുന്നു. ജില്ലയിൽ നിന്നുള്ള MP-മാരും MLA-മാരും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും പങ്കെടുത്തു. ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 10 വരെയാണ് പ്രദർശനം. പ്രവേശനം സൗജന്യമാണ്. സ്പോട്ട് രജിസ്ട്രേഷൻ നടത്താവുന്ന തൊഴിൽമേള, സ്റ്റാർട്ടപ്പ് മിഷൻ സേവനങ്ങളും അവസരങ്ങളും എന്തെല്ലാമെന്നറിയാനുള്ള സൗകര്യം, വ്യവസായ സംരംഭങ്ങൾക്കുള്ള ലോൺ, പ്രൊജക്ട് സംബന്ധിച്ച വിവരങ്ങൾ, വിവിധ വിഷയങ്ങളിലെ ബിസിനസ് മീറ്റുകൾ തുടങ്ങിയവ പ്രദർശന വിപണനമേളയിലുണ്ട്. താരതമ്യേന വിലക്കുറവിൽ ഗുണമേന്മയുള്ള പച്ചക്കറികളും നിത്യോപയോഗ സാധനങ്ങളും ഉൾപ്പെട്ട വിഷുവിപണി മേളയിലെ പ്രധാന സവിശേഷതയാണ്. ഇവയ്ക്കു പുറമെ വിവിധ കലാ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.